തുടക്കം വളരെ മനോഹരമായിരുന്നു. ഇതിന്റെ ലോഞ്ചിലേക്ക് ദുബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന CC ഹോൾഡിംഗ് ആണ് DDM സ്പോർട്സ് എന്ന സ്പോർട്സ് മാനേജ്മെന്റ് കമ്പനി ആരംഭിച്ചത്. കേരളത്തിൽ മോട്ടോർ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംരംഭം ആരംഭിച്ചത്. ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മോൻസ് ജോസഫാണ്. We want to create the awareness of the Keralite youngsters to participate into more sports. We thought motorsports would be the good stuff. തുടക്കമെന്ന രീതിയിൽ 3 കാറുകളെയാണ് റാലിയിൽ പങ്കെടുപ്പിക്കുന്നത്. എല്ലാ റാലി ഡ്രൈവേഴ്സും മലയാളികളാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. We took them abroad. നമ്മൾ പുറത്ത് കൊണ്ടുപോയി. ഇവിടെ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുപോയി, യൂറോപ്പിൽ കൊണ്ടുപോയി, ദുബായിൽ കൊണ്ടുപോയി 2 പ്രാവശ്യം. And we had a selection panel, and the formation of DDO Sports was because of our father, Thomas Wilfred, and also a fellow member of our racing team. So he'll be announced later. So he helped us to choose the fellow drivers and team members. അടുത്ത മാസമാണ് ആദ്യ റാലി സംഘടിപ്പിക്കുന്നത്. ബലെനോ 1600 കാർ, എസ്റ്റീം 1400 കാർ, ജിസ്റ്റി കപ്പ് എന്നീ കാറുകളാണ് ആദ്യമായി രംഗത്തിറക്കുന്നത്. ജോസഫ് സി, ജോസഫ് റോയ്, ബോബി സി, ഡേവിഡ് ചിറമേ, ഫ്രാൻസിസ്, മനോജം എന്നീ കോ ഡ്രൈവർമാരാണ് DDM സ്പോർട്സിനെ പ്രതിനിധീകരിക്കുന്നവർ. ജൂണിൽ ആദ്യ റേസ് മുതൽ 6 റേസുകളിലാണ് DDM സ്പോർട്സ് പങ്കെടുക്കുന്നത്. ചലച്ചിത്ര രംഗത്തെയും കായിക രംഗത്തെയും പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ മൂന്നാറിൽ നിന്നും കൊടൈക്കനാലിലേക്ക് 4-wheel jeep എക്സ്ചേഞ്ച് ഡ്രൈവ് സംഘടിപ്പിച്ചിരുന്നു. ഉദ്ഘാടനത്തിന് ശേഷം ജീപ്പ് ഡ്രൈവിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഒരു വാഹനത്തിൽ ഓട്ടോ സിസ്റ്റം ഘടിപ്പിക്കും.